ഇന്നത്തെ കാലത്ത് മുടി കറുപ്പിക്കുന്നത് വ്യാപകമായി കാണുന്നു. ഇത് തെറ്റല്ലേ? സ്ത്രീകളും പുരുഷന്മാരും മുടിയും താടിയും കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? നമുക്ക് നോക്കാം. യുദ്ധാവശ്യത്തിനല്ലാതെ തലമുടിയും താടിരോമവും കറുപ്പിക്കുന്നത് നിരുപാധികം ഹറാമാണ്. മുടിയിലും താടിരോമത്തിലും കറുപ്പ് ചായം പൂശുന്ന ഒരു വിഭാഗം ആളുകൾ അവസാന കാലം വരും. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ഉണ്ടാവുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം അബൂ ദാവൂദ്, ഹാക്കിം റളിയല്ലാഹു അൻഹു എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ചേരുന്നതിന് തടയുന്നതെന്നോ തടയാത്തതെന്നോ വ്യത്യാസമില്ല. ഏത് വിധത്തിലുള്ള വസ്തു കൊണ്ടാണെങ്കിലും കറുപ്പിക്കുന്നത് ഇറ്റ്സ് ഹറാം, ഹറാം, ഹറാം. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം ചേരുന്നതിന് തടയുന്ന ചായം കൊണ്ട് കറുപ്പിക്കൽ ഹറാം എന്നത് മാത്രമല്ല, അവരുടെ വുളുവോ കുളിയോ ഒന്നും ശരിയാകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരവും ശരിയാവില്ല. മാത്രമല്ല, കുളി ശരിയാകാത്തത് കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കലും അവർക്ക് നിഷിദ്ധമാണ്. എന്നാൽ നരച്ച താടിരോമത്തിനും തലമുടിക്കും ചുവപ്പ് നിറം കൊടുക്കൽ സുന്നത്താണ്. അതുകൊണ്ടാണ് നരച്ച താടിയും മുടിയുമുള്ളവർ മൈലാഞ്ചി അണിയുന്നത്. മൈലാഞ്ചി കൊണ്ടല്ലാത്ത വസ്തു കൊണ്ട് ചുവപ്പിക്കുമ്പോൾ അത് വെള്ളം ചേരുന്നതിന് തടയുന്നതല്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ വുളുവും കുളിയും നിസ്കാരവും ശരിയാകില്ല.